എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെ കല്യാണിന്റെ ഒക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന രാഹുലിനോട് ചാരി പറയണം, എന്താണെങ്കിലും സ്വത്തൊക്കെ പോയില്ലേ, ഇനിയിപ്പോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ആ രൂപ എല്ലാ സ്വത്തുക്കളും അവൾക്ക് എഴുതി കൊടുത്തില്ലേ, സോണിക്ക് പകുതി സ്വത്ത്. ഇനിയിപ്പോ ആകെയുള്ള പ്രതീക്ഷ മരുമകന്റെ കൂടെ നമുക്ക് അമേരിക്കയ്ക്ക് പോകാന്നുള്ളതാ. നമുക്ക് അങ്ങോട്ട് പോയേക്കാന്ന് പറയാം, നിങ്ങളുടെ അസുഖങ്ങളൊക്കെ ഒന്ന് ഭേദമാകട്ടെ എന്ന് പറയാം. ഇത് കേട്ടാൻ രാഹുലിന് ദേഷ്യമൊന്നും, മരുമോന്റെ കൂടെ അമേരിക്കയ്ക്ക് പോന്നേ, അതിനേക്കാളും ഭേദം ഒരു കാര്യം ചെയ്യാൻ, എന്നെ അങ്ങോട്ട് കൊന്നേക്കുക. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അവനെ ഞാൻ വെട്ടി തുണ്ടം തുണ്ടും ആക്കുമെന്ന് പറയാൻ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ചാരി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിക്ക് നല്ല ചൂടുണ്ടെന്നല്ലേ പറഞ്ഞേ, ഞാൻ ഇച്ചിരി നാരങ്ങാവെള്ളം എടുക്കാന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് മനോഹറിന്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടക്കുക സരയു. ഇങ്ങനെ കിടക്കാൻ എന്ത് സുഖമാണെന്നറിയോ, ഈ നെഞ്ചി ചേർന്ന് കിടക്കുമ്പോൾ എന്തൊരു ആശ്വാസമാണെന്നറിയോ എനിക്കുണ്ടാകുന്നേ. എത്രയും പെട്ടെന്ന് നമുക്ക് അമേരിക്കയ്ക്ക് പോകണം, ഇവിടെ ഒരു സമാധാനമില്ല. ഓരോ ദിവസം അച്ഛന്റെ അവസ്ഥ ഇങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയെന്ന് പറയാം. ഈ സമയത്ത് ശാരി അങ്ങോട്ട് വരുന്നത്. ശാരി വന്നിട്ട് പറഞ്ഞു, മരുമോനെ അതെ ഇനിത് ഞാൻ ഒരു നാരങ്ങാവളം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറയാം. അല്ല, ഇപ്പോഴാണെങ്കിൽ ഒരു നാരങ്ങാവളം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, ആ സമയം തന്നെ നമുക്ക് മുതലാക്കാന്ന് പറയാം. ഇത് കേട്ടതും സരയുവിന്റെ മുഖത്തൊരു വല്ലായ്മ ഫീൽ ചെയ്തു. പെട്ടെന്ന് തന്നെ മനോഹർ എന്ത് ചെയ്യാണ്, അവിടെ ഇരുന്ന് ഡബ്ബയും എടുക്കുവാണ്. എന്നിട്ട് അതങ്ങോട്ട് നേരെ ശാരിയുടെ കയ്യിലേക്കും കൊടുത്തു. ഇതങ്ങോട്ട് കലക്കിക്കൂ, ഇത് കലക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അച്ഛൻ അങ്ങോട്ട് മയങ്ങും, ആ സമയം ലക്ഷ്യമാക്കി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്ന് പറയണം. അപ്പൊ സരവിച്ച് എങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട്, സൈക്കാട്രിസ്റ്റിനെ കാണാനായിട്ടോ അതോ മെന്റൽ ഹോസ്പിറ്റലിലേക്കോ? സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ 2-3 ഗുളിക മാത്രം അവർ കൊടുക്കത്തുള്ളൂ. ഇതിപ്പോ അതിനേക്കാളും ഭേദം മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് അതല്ലേ നല്ലതെന്ന് ചോദിക്കുകയാണ്. ശരിയാ, ശാരി പറഞ്ഞ് എത്രയും പെട്ടെന്ന് കലയും കൊടുക്കാന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് കൊണ്ടുപോവാണ്. ഈ സമയത്താണെങ്കിൽ സാരി പറഞ്ഞു, എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. അച്ഛനാണെങ്കിൽ ചെറുതിലെ എൻ്റെ എല്ലാ കാര്യങ്ങളും സാധിച്ചു തരുന്നായിരുന്നു. പാവോ അച്ഛൻ, ഇതൊക്കെ എങ്ങനെ വന്നോ ആവോ, എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാം. മനോഹർ പറഞ്ഞു, അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട കേട്ടോ, അച്ഛൻ്റെ അസുഖങ്ങളൊക്കെ ഭേദമാട്ടെ, നമുക്ക് എല്ലാവർക്കും കൂടെ അമേരിക്കയ്ക്ക് പോവാം, മോള് ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറയണം. അങ്ങനെ കലക്കിയ വെള്ളമാക്കിയായിട്ട് നേരെ രാഹുലിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. രാഹുൽ അത് മേടിച്ച് ഒറ്റ വലിക്കാൻ കൂടി കുടിക്കുവാണ്. കുടിച്ചു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ശാരി വെച്ച് എങ്ങനെയുണ്ടായിരുന്നു, നാരങ്ങാവളം നല്ലായിരുന്നു ചോദിക്കും. എടി നിനക്ക് എന്നാ വെച്ചിട്ട് ഉപ്പ് കൂടുതലിടാൻ മേലായിരുന്നോ? ഉപ്പ് കൂടുതലുണ്ടോന്ന് പറഞ്ഞിട്ട് ഒന്നും വിട്ടില്ല, ഇതിനകത്ത് എന്തേലും ഒന്ന് കലക്കാൻ മേലായിരുന്നു ചോദിക്കണം. ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു പറയണേ. നീ എന്ത് കലക്കാനായിട്ട്? ശാരിക്ക് പെട്ടെന്ന് ടെൻഷനായി. അല്ല ഇനിയിപ്പോൾ എനിക്ക് പ്രാന്താന്ന് പറഞ്ഞോണ്ടല്ലേ നീയൊക്കെ ഇരിക്കുന്നത്, ഇനിയിപ്പോൾ എനിക്ക് പ്രാന്ത് മാറാനുള്ള എന്തെങ്കിലും കൂടെ കലക്കാൻ മേലായിരുന്നു ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ശാരി പറഞ്ഞു, അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ, നിങ്ങളുടെ അസുഖങ്ങളൊക്കെ ഭേദമാവും, ഞാനൊരു ജോത്സ്യനെ കാണാൻ പോവാന്ന് പറയണം. ജോത്സ്യനെ കാണാം എന്തിന്? അല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഭ്രാന്ത് വരുമോ ഇല്ലയോ അതൊക്കെ അറിയാൻ വേണ്ടി ഒരു ജോത്സ്യനെ കണ്ടിരിക്കും നല്ലതെന്ന് പറയണം. അന്നോ ഒരു കാര്യം ചെയ്യ, നീ നിന്റെ മരുമോനെ കുറിച്ച് അന്വേഷിക്കാണ്ട് പോയി ജോത്സ്യനെ കാണാം, അവനെ ഇപ്പം നല്ല ഭ്രാന്തിളകിയത്. ഇവിടെ കണ്ടോ, ഒരു ദിവസം അവനെ എൻ്റെ കൈ കിട്ടും, അന്ന് ഞാൻ തീർത്തു വിടും ഞാനെന്ന് പറയണം. പെട്ടെന്ന് രാഹുലിന് നാക്കൊക്കെ കുഴയുന്നുണ്ട്, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടെന്ന് പറയാം. ശാരി പറഞ്ഞ അത് ചൂടിന്റെ ഒക്കെ ആയിരിക്കും, ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് ചെയ്യുമ്പോൾ എല്ലാം ശരിയാവുന്നേ. പിന്നെ രാഹുലേട്ടന് ഭ്രാന്താന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ എല്ലാവരും, അതൊക്കെ അങ്ങോട്ട് മാറും, ധൈര്യമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയുകയാണ്. പക്ഷെ രാഹുലിനൊന്നും അറിയത്തില്ലോ. രാഹുൽ പറഞ്ഞു, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവനെ, എല്ലാത്തിനും ഞാൻ ശരിയാക്കുന്നുണ്ട്, എനിക്ക് ഭ്രാന്താന്ന് പറഞ്ഞ എല്ലാത്തിനെയും. അല്ല നീ വിശ്വസിക്കുന്നുണ്ടോ എനിക്ക് ഭ്രാന്താന്നുള്ള കാര്യം? ശാരി പെട്ടെന്ന് പറഞ്ഞു, ഞാൻ അങ്ങനെയൊക്കെ വിശ്വസിക്കോ രാഹുലേട്ടാ, ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കുന്ന പോലുമില്ല, എൻ്റെ രാഹുലേട്ടന് ഭ്രാന്താന്ന്. ഇങ്ങനെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് രാഹുൽ പറഞ്ഞു, ശരി എന്ന് പറയണേ. രാഹുലിന് പെട്ടെന്ന് അങ്ങോട്ട് ഉറക്കം വന്ന് രാഹുൽ അങ്ങോട്ട് വീഴുവാണ്. പിന്നീട് കാണിക്കുന്ന ഫുഡ് കഴിക്കാനായിട്ട് കിരണും കല്യാണിയും എല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എല്ലാവരും കൂടെ ഇരുന്ന സമയത്ത് അങ്ങോട്ട് ശരണി വന്നിട്ട് പറഞ്ഞു, അതെ ഇനി കഴിക്കാൻ തുടങ്ങിയാലോന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണം ശരിയാ, കുറെ നാളായി ഇത്ര നല്ലൊരു സദ്യ കഴിച്ചിട്ട് ഇന്ന് അങ്ങോട്ട് കഴിച്ചേക്കാന്ന് പറയണം. ഈ സമയത്ത് വിക്രമും പ്രകാശനും അവിടെ മാറിയിരിക്കുവാണ്. മാറി കഴിഞ്ഞപ്പോഴത്തേനും ശരണി, നീ എന്താടാ അവിടെ മാറുന്നിരിക്കുക, ഇങ്ങോട്ട് വരാൻ പറയാണ്. ഞാനിതിനെ അങ്ങോട്ട് വരുന്നേ, അതിന് അമ്മൂമ്മ ഉണ്ടല്ലോ അവിടെ നിപ്പോ, അമ്മൂമ്മ എല്ലാം വിളമ്പി തരില്ലേന്ന് ചോദിക്കുകയാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല വിക്രം, നീ ഇങ്ങോട്ട് വാ, നീ ആദ്യം വന്ന് ഈ കറികളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യ, എന്നിട്ട് മതി ഇവർക്ക് കൊടുക്കുന്നതെന്ന് പറയണം. പെട്ടെന്ന് മുത്തശ്ശി ചോദിച്ചു, നിനക്ക് അത്ര വിശ്വാസക്കേടല്ലേന്ന് ചോദിക്കുകയാണ്. എങ്ങനെ വിശ്വസിക്കായിരിക്കും, നിങ്ങളൊക്കെയല്ലേ ആൾക്കാര്, ഈ കറിക്കകത്തൊക്കെ എന്തേലും കലക്കിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. പ്രകാശം പറഞ്ഞു, അത്ര വിശ്വാസക്കേടാണ്, നീ ഒന്നും കഴിക്കേണ്ടെന്ന് പറയാം. ശരണി പറഞ്ഞു, അതിനല്ല ഇവര് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നേക്കുന്നേ, ഇവർക്ക് നല്ല സദ്യ ഒരുക്കാനല്ലേ, ആദ്യം
നിങ്ങളുടെ മോൻ അങ്ങോട്ട് കഴിക്കട്ടെ, അതാണ് പിന്നെ കുഴപ്പമില്ല. അവനാണെങ്കിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 100% ഉറപ്പോടെ കഴിക്കാന്ന് പറയാം. അങ്ങനെ വിക്രം അങ്ങോട്ട് വന്ന് കറികളൊക്കെ ടെസ്റ്റ് ചെയ്യുകയാണ്. ഈ സമയം പ്രകാശം ചോദിച്ചു, ഇപ്പൊ നിനക്കൊരു സമാധാനമായല്ലോ, ഞങ്ങൾ അതിനകത്തൊന്നും കലക്കിയിട്ടില്ലെന്ന്. ഞങ്ങൾ അത്രക്കാരൊന്നും അല്ലെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ കിരൺ പറഞ്ഞു, അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ നിങ്ങൾ എത്രക്കാരാന്നുള്ളത്. ഇതിലപ്പുറം കുതന്ത്രങ്ങളൊക്കെ ഒപ്പിക്കാൻ പറ്റുന്നവരാ നിങ്ങള്. ഒരു കറി മാത്രമല്ല, ജീവിതം തകർക്കാൻ വരെ ഹെൽപ്പുള്ളവരാന്നറിയാം. അതുകൊണ്ടാണല്ലോ കല്യാണിയും അതോടൊപ്പം സോണിയൊക്കെ അമ്മാതിരി കിടന്ന് അനുഭവിച്ചേ എന്ന് പറയാം. എന്നിട്ടപ്പം അമ്മൂമ്മ പറഞ്ഞു, അതെ ഞാൻ ഇതിനകത്തൊന്നും കലക്കിയിട്ടില്ലെന്ന് പറയാം. പിന്നീട് കല്യാണി ഇച്ചിരി കറി എടുത്ത് ടേസ്റ്റ് നോക്കിയിട്ട് സൂപ്പർ, നല്ല അടിപൊളി ടേസ്റ്റ് ആണെന്ന് പറയാം. അത് പിന്നെ ഞാനല്ലേ ആ കറികളൊക്കെ ഉണ്ടാക്കിയത്, അത് മോശം വഴിയുണ്ടോയെന്ന് ചോദിക്കുകയാണ്. കിരണ വെച്ചിട്ട് ടേസ്റ്റ് ചെയ്തു. ഇതിപ്പോൾ കല്യാണിയുടെ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയെന്ന് പറയാം. പെട്ടെന്ന് ഭാനുമതി അമ്മ പറഞ്ഞു, പിന്നെ അവരെയൊക്കെ കറി ഉണ്ടാക്കാൻ ഞാനല്ലേ പഠിപ്പിച്ചതെന്ന് പറയണം. ശരണി പറഞ്ഞു, മതി നിർത്തിയാരെ, കുറെ സമയം ആയല്ലോ സ്വന്തമായിട്ട് അങ്ങോട്ട് പുകഴ്ത്തുന്നു, ഇതൊക്കെ വിളമ്പി കൊടുക്കാൻ നോക്കാൻ പറയാണ്. ഭാനുമതി അമ്മയ്ക്കാണ് നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം ഇതൊന്നും കണ്ടും കേട്ടും നിൽക്കാൻ പറ്റുമല്ല. ആലിബി സോണിയും ചേർന്നിരുന്ന ഫുഡൊക്കെ കഴിക്കാനായിട്ടിരിക്കുന്നത്. പിന്നീട് അവർ ഇങ്ങനെ കുറച്ചേരത്ത് ഫുഡ് കഴിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ പ്രകാശനും വിക്രമും ഇരിക്കുക. പ്രകാശൻ പറഞ്ഞു, ഇതങ്ങനെ വിട്ടാ പറ്റില്ലടാ മോനെ, എത്രയും പെട്ടെന്ന് ഇത് തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയാം. കണ്ടില്ലേ അവളുടെ ഒക്കെ അഹങ്കാരം, ഇതൊരു 8ന്റെ പണി കൊടുക്കണ്ടെന്ന് ചോദിക്കണം. വിക്രം പറഞ്ഞു, ശരിയാച്ചാ, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, നല്ല പണി തന്നെ കൊടുക്കണമെന്ന് പറയാം. ശരണി ചോദിച്ചു, എന്താ അച്ഛനും മോനും കൂടെ അവിടെ ഇരുന്ന് പെറുവിറുക്കുന്നതെന്ന് ചോദിക്കുകയാണ്. കൂടുതൽ പെറുവിറുക്കലൊന്നും വേണ്ടാന്ന് പറയാം. കല്യാണി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഇരുന്ന് സദ്യ കഴിക്കാവുന്നുള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞ പ്രകാശം പറഞ്ഞു, എനിക്കൊന്നും വേണ്ട നിന്റെ കൂടെ എന്ന സദ്യയൊന്നും, എനിക്ക് ആ സദ്യയെ വേണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് സോടി പറഞ്ഞു, അത് ശരിയാ, ഒരു ദിവസം 2 ദിവസം ഒന്നും കഴിച്ചില്ലെന്നോർത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് ഇന്നത്തെ ദിവസം കഴിക്കണ്ടെന്ന് പറയാണ്. ശരണ്യം പറഞ്ഞു, ശരിയാ സോണി പറഞ്ഞ കാര്യം, കഴിച്ചെല്ലിലൂടെ ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, വിശന്ന് കഴിയുമ്പോൾ താനേ എടുത്ത് കഴിച്ചോളും. എത്ര സമയം എന്ന് പറഞ്ഞാൽ പട്ടിണി ഇരിക്കുന്നത്, അല്ലാതെ ഇവിടെ കൊണ്ടു കൊടുക്കാൻ ആരും ഇല്ലല്ലോ എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു, അല്ല ഈ സദ്യക്ക് ഇത്ര ടേസ്റ്റ് ഉണ്ടാവണമെങ്കിലേ ഒരു പക്ഷെ നമ്മക്കാന്ന് കരുതി ഉണ്ടാക്കിയതല്ല, വേറെ ആർക്കും ആന്ന് ഒരുത്തി കരുതി ഉണ്ടാക്കിയതാ. അതായത് ടേസ്റ്റ് നമ്മക്കാന്ന് കരുതി ഉണ്ടാക്കുമായിരുന്നെങ്കിൽ ഇത്ര ടേസ്റ്റിന് ഇവര് സദ്യ ഉണ്ടാക്കുമായിരുന്നു ചോദിക്കുക. കിരൺമണി ശരിയാ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന രാഹുലിന്റെ അടുത്തേക്ക് മനോഹറും അതൊക്കെ വരുവാണ്. നോക്കിയപ്പോ തന്നെ രാഹുൽ കിടന്നുറങ്ങുക. പെട്ടെന്ന് ശാരി പറഞ്ഞു, ദേ മയങ്ങിയിട്ടുണ്ടെന്ന് പറയാം. പെട്ടെന്ന് തന്നെ മനോഹർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അല്ല ഇപ്പൊ എങ്ങനെ കൊണ്ടുപോകാനാ, അതൊക്കെ നമുക്ക് എങ്ങനെയാലും എടുത്തോണ്ടാണല്ലോ കാറിനകത്തിട്ട് കൊണ്ടുപോയാൽ മതി. പക്ഷെ അവിടെ ചെന്നുമ്പോൾ നമ്മൾ ഡോക്ടറോട് എന്ത് പറയും, ഡോക്ടറോട് പറയേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് വിട്ടേരെ, ഞാൻ അതൊക്കെ സെറ്റ് ചെയ്തോളാം. ഇനി ഇപ്പൊ അച്ഛന് എല്ലാം നല്ല രോഗമൊക്കെ ഭേദമായിട്ട് ശേഷം മതി ഇങ്ങോട്ട് വരാനായിട്ട്, ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്താൽ തീരാവുന്നുള്ളത്, അതോടുകൂടി കാര്യങ്ങൾക്കൊക്കെ തീരുമാനമാവെന്ന് പറയണം. അങ്ങനെ സരിയും ശാരിയും മനോഹറും എല്ലാം കൂടെ കൂടിയിട്ട് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുമായിരുന്നു. ഈ സമയത്ത് ശാരി പറഞ്ഞു, നോക്കി വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുന്നത്, ഇയാളെ ഇന്ന് പൊക്കി എടുക്കണമെങ്കിൽ നമ്മൾ 3 പേരെ കൊണ്ടും പറ്റുമെന്ന് തോന്നില്ല എന്ന് പറയാം. മനോഹർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, പോരെങ്കിൽ നമുക്ക് പുറത്താവുന്ന ആരെങ്കിലും വിളിക്കാം ഒന്ന് പൊക്കിയെടുക്കാനെന്നൊക്കെ പറയാണ്. പിന്നീട് സദ്യ എല്ലാം കഴിച്ചതിന് ശേഷം എല്ലാവരും കൂടെ പോകാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ്. ഈ സമയത്ത് ശരണ്യ പറഞ്ഞു, ഞാൻ ഇപ്പൊ വരാമെന്നും പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് പോവാണ്. പോയി വിക്രത്തിനെ പ്രകാശിനെയൊക്കെ വിളിച്ചോണ്ട് അങ്ങോട്ട് വരുവാണ്. ആൽബി ഈ സമയത്ത് വിക്രത്തിനെ കണ്ടപ്പോ വിക്രത്തിന്റെ അടുത്തേക്ക് എന്ത് പറഞ്ഞു, അതെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക, ഇനി മേലാല് സോണിയുടെ നേരെ സോണിയുടെ നേർക്ക് പോലും നീ വന്നേക്കരുതെന്ന് പറയാ. ഇത്രയൊക്കെ നീ സോണിയെ ഉപദ്രവിച്ചു, ഇനി ഒരു കാരണവശാലും ഇപ്പൊ അവൾ എന്റെ ഭാര്യയാണ്, നിനക്ക് കിട്ടാതെ പോയ ഭാഗ്യം എനിക്ക് കിട്ടിയത്. ഇത്രയും കാലം നിന്റെ കയ്യിലുണ്ടായിട്ട് പോലും നിനക്ക് അവളുടെ നന്മ മനസ്സിലാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇനി മുൻ ഭാര്യയാണ് അല്ലെങ്കിൽ കുഞ്ഞിന്റെ അച്ഛനാന്നൊക്കെ പറഞ്ഞ് വന്നേക്കരുത്. ഇപ്പൊ ചാരുമോൾ എന്റെ മോളാ, പറഞ്ഞ് മനസ്സിലായല്ലോ. അങ്ങനെ എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ, ഈ സമയം കിരൺ പറഞ്ഞു, വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ, ബാക്കി നോക്കാൻ നമുക്കറിയാം. ഇവന്റെ അച്ഛനും അമ്മൂമ്മ എല്ലാരും കൂടെ ചില്ലറയൊന്നും അല്ല സോണീനെ കല്യാണം ദ്രോഹിച്ചത്. അതൊക്കെ കണ്ടും കേട്ടും ഇത്രയും നാളും ഞങ്ങൾ അടങ്ങിയിരുന്നു. ഇനി ഒരു കാരണവശാലും ഞങ്ങൾ അടങ്ങിയിരിക്കാൻ പോകുന്നില്ല. ഇനി ആ ദുഷ്ടത്തരമൊക്കെ മാറ്റിവെച്ച് മര്യാദയ്ക്കിരിക്കുവാണെങ്കിൽ നിനക്ക് നല്ലത് വിക്രം, അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എനിക്ക് അറിയില്ല എന്ന് പറയാണ്. ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോ കല്യാണി പറഞ്ഞു, മാറുവാണെങ്കിൽ വിക്രത്തിന് കൊള്ളാം, ഇല്ലെങ്കിൽ ഇവനിനിയിപ്പം ജയിലിലേക്കായിരിക്കും പോകാൻ പോകുന്നത്. ഇവന്റെ അച്ഛനെ കൂടെ എന്തുമാത്രം ദുഷ്ടതര ചെയ്തേ, നിനക്കറിയാടാ വിക്രം, നീ എന്റെ ആങ്ങളെയാന്ന് പറയാൻ പോലും എനിക്കിപ്പം നാണക്കേട്, അറിയാവോ? അത്രമാത്രം ദുഷ്ടതരമൊക്കെ അല്ലേ നീയൊക്കെ ചെയ്തത്. അല്ലെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ വളർത്തി വലുതാക്കി നിന്റെ
അച്ഛനെ അമ്മൂമ്മനെ പറഞ്ഞാൽ മതി. മോൻ വല്ല രാജാവാകാൻ ആഗ്രഹിച്ചിരുന്നല്ലേ, രാജാവാകാൻ പോയിട്ട് ഇപ്പൊ അവൻ വലിയൊരു കള്ളനായിപ്പോയി, പെരും കള്ളന്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ആകെപ്പാടെ നാണം കെട്ട് തലഞ്ഞു കുനിച്ചിരിക്കാണ് പ്രകാശനും വിക്രമും മുത്തശ്ശിയും. എന്തേലും ഒന്ന് പറയാനുണ്ടോ? എന്നിട്ട് പറയാ, ഈ പെരും കള്ളൻ ഇനി ഇപ്പൊ കൂടുതൽ കളിച്ചുകൊണ്ട് ജയിലിലായിരിക്കും, അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരുന്നാൽ നിനക്ക് കൊള്ളാം, പറഞ്ഞു കേട്ടല്ലോടാന്ന് പറയാണ്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.